Hey viewers, നിങ്ങൾക്കേവർക്കും സാഹസികന്റെ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. Welcome back to the world of adventures. ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരിയിലാണ്. ആൻഡ് ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന സാഹസികൻ ശ്രീ മുരളി. മുരളിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പാർട്ട് ഫ്രം ബീയിങ് an adventurer, being a brave man, മുരളി കരാട്ടയിൽ ഒരു ബ്ലാക്ക് ബെൽറ്റ് കൂടിയാണ്. ഈ പർട്ടിക്കുലർ കഴിവും ജ്ഞാനവും അയാൾ ഹി പാസസ് ഇറ്റ് ഓൺ ടു അതർ ഇൻഡിവിജ്വൽസ്, പോലീസ് ഓഫീസേഴ്സ്, വേരിയസ് നേവൽ ഓഫീസേഴ്സിന് വേണ്ടി ഒത്തിരി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ടർ കൂടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മുരളി. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് എനി ടൈം, ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ആൻഡ് മീറ്റ് മുരളി. Okay, well, നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ പെർഫോമൻസ് എന്താണ്, റൈറ്റ്? ഐ എം ഷുവർ യു ആർ ക്യൂരിയസ്. നമ്മൾക്ക് എല്ലാവർക്കും സ്വോർഡിനെ കുറിച്ച് അറിയാലോ. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് വെപ്പൺ. പണ്ടത്തെ കാലത്തൊക്കെ വാർസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ് നമ്മുടെ സ്പോർട്സ്, വാളുകൾ. ആൻഡ് വാളുകളെ ബേസ് ചെയ്ത പെർഫോമൻസിൽ നമ്മൾ സാഹസികന്റെ ലോകത്തിൽ കൂടെ കണ്ടിട്ടുണ്ട്. അത് വയസ്സിനകത്തേക്ക് ഉന്തിത്തള്ളുന്നു, സോ മെനി അതേഴ്സ്, റൈറ്റ്? പക്ഷെ ഇന്ന് നമ്മൾ ഡെഫിനറ്റ്ലി വാളിനെ ബേസ് ചെയ്തൊരു പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. ആൻഡ് മുരളി ഈസ് ഗോയിങ് ടു ഡു ദ പെർഫോമൻസ്. പക്ഷെ അതെന്താണ്? ഒരു വാളല്ല, 6 വാളുകളാണ് ഇന്നത്തെ പെർഫോമൻസിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് മുരളി ചെയ്യാൻ പോകുന്ന പെർഫോമൻസ് എന്താന്ന് വെച്ചാൽ ഈ വാളുകൾ നേരത്തെ കുത്തി നിർത്തി അറേഞ്ച് ചെയ്തേക്കുവാണ്. ഓക്കെ, ഇതിന്റെ മുകളിൽ മുരളി കിടക്കും. അഫ്കോഴ്സ് ബേ ബാക്ട് കിടക്കും. അത് തന്നെ എങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. ഈ വാളിന്റെ അറ്റം കുത്തി ഡെഫിനറ്റ്ലി മോസ്റ്റ്ലി ബാക്സ് ഒക്കെ പൊട്ടും, അൺലെസ് യു ആർ എ സൂപ്പർ ഹ്യൂമൻ ബീയിങ്. അത്രമാത്രമല്ല, കിടക്ക മാത്രമല്ല മുരളി ചെയ്യുന്നത്. മുരളിയുടെ സ്റ്റുഡൻസ് ഈ കിടന്ന മുരളിയുടെ ബോഡിയിൽ നെഞ്ചത്ത് ഓടുകളില്ലേ, ബ്രിക്സ്, നമ്മൾ വീടൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഓടുകൾ, അത് അയാളുടെ മേത്ത് അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്യണത്. ഓൾമോസ്റ്റ് ഒരു 8-10 ഓടുകൾ മുരളിയുടെ ബെയർ ചെസ്റ്റില് മുരളിയുടെ സ്റ്റുഡൻസ് അടിച്ചു പൊട്ടിക്കുകയും ചെയ്യാൻ പോവാണ്. അൺഇമാജിനബിൾ. മുരളി, ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. കാരണം താങ്കൾ ഈ ഷർട്ട് ഇട്ടുകൊണ്ടാണ് ഇതിന്റെ മുകളിൽ കിടക്കുന്നത്. അപ്പൊ ഈ ഷർട്ട് കൊണ്ട് കിടക്കുന്നതിന്റെ ബാക്കിലുള്ള പാട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഒന്ന് അഴിച്ച് കാണിച്ചു തന്നായിരുന്നു. തീർച്ചയായും. പാടുകളൊന്നും വെച്ചിട്ടില്ല. വളരെ വെറും സാധാരണ തുണി കൊണ്ടുള്ള ഒരു ഷർട്ട് മാത്രമാണിത്. താങ്കൾ ഒന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് നമുക്കിത് ഒന്ന് ഇനാഗുറേറ്റ് ചെയ്യാം. ഓക്കെ മുരളി? ഓക്കെ.
ഇതിന്റെ ഒരു സാങ്കേതിക കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ മുരളിക്ക്? സർ, ഇതിന്റെ ഇത് ചെയ്യുന്നത് സാധാരണ കരാത്തയിലൂടെ നേടിയിട്ടുള്ള കായികമായിട്ടുള്ള കരുത്ത് എന്ന് പറഞ്ഞാൽ ശരീരം ഒരു ചെറിയ സമയം ദൃഢപ്പെടുത്തിക്കൊണ്ട് ബ്രീത്തിങ് സിസ്റ്റമാണ്. ബ്രീത്തിങ്ങിലൂടെ ശരീരത്തിനെ ദൃഢപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഇനമാണിത്. ഇത് ഇന്ത്യയിൽ ഇതുവരെ മറ്റാരും ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഒരുപാട് വേദിയിലോട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് സാർ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിന്റെ പരിപൂർണമായ ഒരു വിശ്വാസ്യതയ്ക്കും ഇതിന്റെ ബാക്കിയുള്ള ഒരു ആധികാരികമായി നമ്മോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ തലശ്ശേരി സബ് ഇൻസ്പെക്ടർ ശ്രീ KR അനിൽകുമാർ നമ്മുടെ ഒപ്പമുണ്ട്. സാറിന് ഈ പ്രോഗ്രാം ചെയ്യുന്നതിൽ എന്ത് തോന്നുന്നു? എനിക്കത് വളരെ അദ്ദേഹത്തെക്കുറിച്ച് ഞാനിവിടെ വന്ന ശേഷം അറിഞ്ഞതിൽ വളരെ ഈ ഒരു പ്രോഗ്രാം വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇന്ത്യയിൽ തന്നെ ഒരു വ്യക്തി ഇതുപോലെ ചെയ്തതായിട്ട് എനിക്കും അറിവില്ല. ഞാനിതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം ആരും ചെയ്തതായിട്ടറിയില്ല. സംസായി ശ്രീ മുരളി സാറ് മാത്രമേ ഇവിടെ ചെയ്തതായിട്ട് എന്നറിയുള്ളൂ. Okay, well, മുരളിയുടെ ആ ഡേഞ്ചറസ് പെർഫോമൻസ് നിങ്ങൾ കണ്ടല്ലോ. ഇൻഫാക്ട് ആ സ്പോർട്സ് എന്ത് ഷാർപ്പാണെന്ന് നമുക്ക് തന്നെ അറിയാം. അൺഇമാജിനബിൾ. പക്ഷെ അടുത്ത് കാണാൻ പോകുന്ന പെർഫോമൻസ് ഇസ് ഈവൻ മോർ ഡേഞ്ചറസ്, ഈവൻ മോർ എക്സൈറ്റിംഗ്. ഇൻഫാക്ട് മുരളി ചെയ്യാൻ പോകുന്ന ഈ പെർഫോമൻസ് ഗോസ് ലൈക്ക് ദിസ്. നമ്മുടെ ഷോയിൽ കൂടി തന്നെ നമ്മൾ ഒരു ബൈക്ക് നെഞ്ചിൽ കൂടെ കയറ്റി ഇറക്കുന്ന പെർഫോമൻസിനെ കണ്ടല്ലോ. പക്ഷെ ഇന്ന് മുരളി ചെയ്യാൻ പോകുന്നത് ഒരു ബൈക്ക് വെച്ചല്ല, 50ഓളം ബൈക്സ് ആണ് മുരളി നെഞ്ചിൽ കൂടി കയറ്റിയിറക്കാൻ പോകുന്നത്. ഹൗ ഡസ് ഹി ഡു ഇറ്റ്? ഐ ഹാവ് നോ ഐഡിയ. ഇൻഫാക്ട് ഈ പെർട്ടിക്കുലർ പെർഫോമൻസിന്റെ റിഹേഴ്സൽ ടൈമും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ ഓൾമോസ്റ്റ് ഒരു 100 ബൈക്സ് മുരളിയുടെ നെഞ്ചിൽ കൂടി കയറി ഇറങ്ങി. Absolutely freaky it was, believe you me. And not only that, Murli aspire in the Guinness Book of World Records entry ആണ്. And not only that, almost 1,000 bikes, 1000 ബൈക്കുകൾ അയാളുടെ നെഞ്ചിൽ കൂടെ കയറ്റിയിറക്കാനാണ് മുരളി aspire ചെയ്യുന്നത്. Let's hope he does it. Wishing him all the very best of luck for that. But before that, let's watch this absolutely fabulous performance. മുരളി കോൺഫിഡന്റ് ആണല്ലോ? തീർച്ചയായിട്ടും സർ. ഏകദേശം 25ഓളം ബൈക്കുകളുണ്ട് സർ. ഈ ബൈക്കുകൾ മുഴുവനും മുരളിയുടെ നെഞ്ചിലൂടെ കയറ്റി ഇറക്കും സർ. കോൺഫിഡന്റ് ആണ്? തീർച്ചയായിട്ടും. എന്തായിരിക്കും ഇത് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ മനസ്സിൽ എന്തായിരിക്കും? സാർ, ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഓരോ തവണ ചെയ്യുമ്പോഴും സ്വന്തം ശരീരത്തിലുള്ള കരുത്തിനെ കുറിച്ച് ബോധവാൻ ആവും. ആത്മവിശ്വാസമുണ്ട് സാർ. ഓരോ തവണ ചെയ്യുമ്പോഴും ആത്മവിശ്വാസം നന്നായി കിട്ടുന്നുണ്ട്. മുരളി, ഇനി ഞങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ട്. മുരളി ഇപ്പൊ ഇങ്ങനെ കിടന്നല്ലോ, ഇനി മുരളി ഈ ശരീരത്തിലൂടെ വല്ല പാടുകളോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാമല്ലോ? തീർച്ചയായിട്ടും സാർ. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് അഴിച്ച് കാണിക്കാമോ? ആരെങ്കിലും സഹായികളെ വിളിച്ചാലും കുഴപ്പമില്ല. ഒരാൾ ഇതൊന്നും അഴിച്ചു. വേറെ ബോഡിയാണ്. മുരളിയുടെ ശരീരത്തിൽ മറ്റേ പാടുകളോ മറ്റോ ഒന്നും വെച്ചിട്ടില്ല. അതിന്റെ മുകളിലേക്ക് ഷർട്ട് മാത്രമേ മുരളി ധരിക്കുന്നുള്ളൂ.